നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ജൂൾസ് ലോ എന്താണെന്നും ജൂൾസ് ലോന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലയും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ, കറക്റ്റ്. സോ നമ്മൾ ഇത് പഠിച്ചു എന്നുള്ളത് ഒരു വശം, പക്ഷെ നമ്മളിത് എത്രത്തോളം നമ്മുടെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്നു, നമുക്കിത് എത്രത്തോളം ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിലാണ് നമ്മൾ പഠിച്ചതിന്റെ കാര്യമുള്ളത്. നമ്മൾ കുറെ ബുക്കിഷ് നോളജ് ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എക്സാമിന് മാർക്ക് കിട്ടുക എന്നുള്ളതിനെക്കാട്ടി ഉപരി അതും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ ചുറ്റിനുള്ള കാര്യങ്ങളും കൂടി ഒബ്സർവ് ചെയ്ത് നമ്മൾ എന്താ പഠിച്ചത് എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. സോ നമ്മളിപ്പോ ജൂൾസ് ലോ പഠിച്ചു. ജൂൾസ് ലോ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ കുറെ കഴിയുമ്പോൾ ചോദിക്കും, ഇല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് എന്താ യൂസ് എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ ആണ് ലെറ്റ്സ് ഗോ ഇൻ ടു ദ അനലൈസിങ് ഓഫ് ദീസ് വാട്ട് എവർ വി ആർ ലേണിംഗ്. സോ നമ്മൾ ജൂൾസ് ലോ പഠിച്ചതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഏതൊക്കെ അപ്ലയൻസസിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ള അപ്ലയൻസസിൽ ഇത് എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പറയാം എത്രത്തോളം ഹീറ്റ് ആണ് ഡിസിപ്പേ ചെയ്യുന്നത്, ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സിലാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. കറക്റ്റ്. സോ ലെറ്റ് സി ഇൻ ആൻഡ് അറൌണ്ട് us, അങ്ങനെ നമുക്ക് പറയാം. നമ്മളുടെ ചുറ്റിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ പഠിച്ചതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ നമ്മളൊന്ന് ഇപ്പൊ ചെക്ക് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു അവർ ക്ലാസ്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ഹൗ ഡു വി അപ്ലൈ ദ ഹീറ്റിംഗ് എഫക്ട്? നമ്മൾ എവിടെയാണ് ഈ പറഞ്ഞ ഹീറ്റിംഗ് എഫക്ട് അപ്ലൈ ചെയ്യുന്നത്? ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ, നമ്മൾ ഇലക്ട്രിസിറ്റി ആണ് ഇൻപുട്ട് ചെയ്യുന്നത് എല്ലാ ഇൻസ്ട്രുമെന്റ്സിലും, അല്ലെ? പക്ഷെ ചില ഇൻസ്ട്രുമെന്റ്സിൽ അത് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് ഹീറ്റ് എനർജിയുടെ ഫോം ആയിട്ടും, ചിലതിൽ ലൈറ്റ് എനർജി ആയിട്ടും, മറ്റു ചിലതിൽ വേറെ പലതും മീൻസ് മെക്കാനിക്കൽ എനർജി ആയിട്ടൊക്കെയാണ് വരുന്നത്. സോ എവിടെയൊക്കെയാണ് ഹീറ്റിംഗ് എഫക്ട് വരുന്നത്? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയാ? അയൺ ബോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതാ? വാട്ടർ ഹീറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ഇൻഡക്ഷൻ കുക്കേഴ്സ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലെ? ഇനി കുറെ സാധനങ്ങൾ ഇനിയും എക്സ്ട്രാ ഇല്ലേ? ഓവൻസ് ഉണ്ട്, അങ്ങനെ പല അധികം അപ്ലയൻസസ് ഉണ്ട് എവിടെയാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്ട് യൂസ് ചെയ്യുന്ന പല അപ്ലയൻസസും ഉണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ അപ്ലയൻസസിനെ പറ്റിയിട്ടാണ്. So whenever we need a consistent source of controllable heat output, we can use electrical heating. ഇതും നിങ്ങളൊന്നും കഴിഞ്ഞ ക്ലാസ് ആയിട്ട് കണക്ട് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, മൊബൈൽ ഫോൺ ഇപ്പൊ ചൂടാവുന്നു എന്ന് പറയുന്നത് അത്ര നല്ലൊരു ക്വാളിറ്റി അല്ല. അതിന്റെ എഫിഷ്യൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യം. അത് ഏത് ഇലക്ട്രിക് ഡിവൈസ് ആയാലും, ലാപ്ടോപ്പ് ആയാലും കുറെ നേരം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചൂടാവുന്നു എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് സെൻസിൽ പറയുന്നതല്ല. പക്ഷെ ഹീറ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ അയൺ ബോക്സ്, അവിടെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഹീറ്റ് സോഴ്സ് അവിടെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അഡ്വാൻറ്റേജ് എടുക്കുക. അതായത് അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അവിടെയാണ്. ബാക്കി എല്ലായിടത്തും അതിന് നെഗറ്റീവ് ഇഫക്റ്റ് ആണ് വരുന്നത്. ഇവിടെ അതിന്റെ പോസിറ്റീവ് സൈഡാണ് വരുന്നത്. നമുക്ക് അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹീറ്റിംഗ് എഫക്റ്റ് വേണം. അത് നമ്മൾ എന്ത് ചെയ്തെടുക്കും? കറണ്ട് ചെയ്ത് നമ്മൾ എടുക്കും. ഓക്കെ, സോ നിങ്ങൾ തന്നെ ആലോചിച്ച് പറയൂ, ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് ഓവൻസ്, ഇലക്ട്രിക് സ്റ്റൗസ്, ഇത് രണ്ടും നമ്മൾ പറഞ്ഞാണല്ലോ. സോ അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. തെർമൽ ബ്ലാങ്കറ്റ്സ് ഫോർ എക്സ്ട്രീംലി കോൾഡ് വെതർ. ഇതൊരു പക്ഷെ നിങ്ങൾ അത്ര ഫെമിലിയർ ആയിരിക്കില്ല, കാര്യം നമ്മളുടെ ഇവിടെ നമുക്ക് എക്സ്ട്രീം ക്ലൈമറ്റ് വരുന്നത് വളരെ കുറവാണ്. നമുക്ക് ഒന്നല്ലെങ്കിലും മോഡറേറ്റ് ആണ് നിൽക്കുക. ചൂടാണെങ്കിലും മോഡറേറ്റ്, തണുപ്പാണെങ്കിലും മോഡറേറ്റ്. ബട്ട് വിദേശം അബ്രോഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, കാനഡയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂറോപ്യൻ നേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, either there will be extreme hot or either it will be extreme cold. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരും. ഇന്ത്യ തന്നെ നിങ്ങളെടുത്ത് കശ്മീർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തണുപ്പല്ലേ. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പല രീതിയിൽ ചൂട് നമ്മൾ എന്താ പറയാ, ഹീറ്റ് ജനറേറ്റിംഗ് ആയിട്ടുള്ള കുക്കേഴ്സ്, ഇലക്ട്രിക് കുക്കേഴ്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. അതേപോലെ കെറ്റിൽസ് നമ്മൾ യൂസ് ചെയ്യും, അല്ലെ? അങ്ങനത്തെ കുറെ സാധനങ്ങൾ യൂസ് ചെയ്യും. അവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒന്നാണ് തെർമൽ ബ്ലാങ്കറ്റ്സ്, പുതപ്പുകൾ. സോ ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ, ഇത് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലാങ്കറ്റ്സിലും എന്താവും? ഹീറ്റ് എനർജി ആയിട്ടായിരിക്കും വരിക. സോ നമുക്ക് അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചൂടായിരിക്കും അനുഭവപ്പെടുക. സോ എക്സ്ട്രീം കോൾഡ് ക്ലൈമറ്റിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യും? തെർമൽ ബ്ലാങ്കറ്റ്സ് ഹെൽപ്പ് ചെയ്യും. Now, next one, incandescent lamps that glow brightly from electrical heating. We will discuss much in detail about incandescent lamp. But ഇത്രയും ഓർക്കുക, ഇപ്പൊ incandescent lamp നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ കുറവാണ്. പണ്ടത്തെ ഫിലമെന്റ് ലാമ്പുകളാണ്. സോ അതും അവിടെയും ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് വെച്ച് തന്നെയായിരുന്നു. Now, ഇപ്പൊ പലതരം ലാംപ്സ് വന്നില്ലേ? ഇപ്പൊ LED ലാംപ്സ് വന്നു, അതിനു മുന്നേ CFL ഉണ്ടായിരുന്നു. സോ ഓരോന്നും വർക്ക് ചെയ്യുന്ന ഓരോ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. സോ ഇൻകാൻഡസന്റ് ലാമ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് വെച്ചിട്ടാണ്. അതല്ലാതെ നമുക്കറിയാവുന്ന പല
എന്തുണ്ട്, പല അപ്ലയൻസസും ഉണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന പല അപ്ലയൻസസും നമുക്കറിയാം, റൈറ്റ്? Now let's go into detail. Let's see. ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ആണ് തെർമൽ ബ്ലാങ്കറ്റിന്റെ. കണ്ടോ, ഇത് പ്ലഗ് ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടാവും, നമുക്ക് ചൂട് അനുഭവപ്പെടും. ബാക്കിയെല്ലാം നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണ്. ഇതിനകത്ത് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് അവനും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. Now let's move to the next. മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രിക് ഹീറ്റിംഗ് ആപ്ലിക്കേഷൻ. ഇത് വെറുതെ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ചാൽ ഹീറ്റ് ആവും? ഇല്ല. ഓരോ മെറ്റീരിയലിനും ഓരോ അപ്ലയൻസസിനും ആ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, പെക്യുലാരിറ്റീസ് ഉണ്ട്. സോ ഇവിടെയും ഹീറ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് എന്തുണ്ട്, സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ്, ഓർ വി ക്യാൻ സേ ദാറ്റ് നെസസറി പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് മെറ്റീരിയൽ. നിർബന്ധമായിട്ടും വേണ്ടത്, ദേ നീഡ് ടു ബി, എന്തായിരിക്കും ഒന്നാമത്തെ കാര്യം, ഓഫ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. പെട്ടെന്നൊന്നും അത് ഉരുകാൻ പാടില്ല. കാര്യം നമുക്കറിയാം, ഇപ്പൊ നിക്രോമിന്റെ കേസ് എടുത്തു, നിക്രോം ആണെങ്കിൽ വളരെയധികം നന്നായിട്ട് ചൂടാവും. ഇത് ചൂടാവുമ്പോൾ തന്നെ ഉരുകിപ്പോയി കഴിഞ്ഞാൽ സർക്യൂട്ട് അവിടെ ബ്രേക്ക് ആയി, പിന്നെ അവിടെ എന്ത് ചെയ്യില്ല, കറണ്ട് പാസിംഗ് നടക്കില്ല, ആ അപ്ലയൻസ് അവിടെ വർക്ക് ചെയ്യില്ല. സോ നിർബന്ധമായിട്ടും എല്ലാ ഹീറ്റിംഗ് ഡിവൈസസിന്റെയും മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയിരിക്കണം. യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ മെൽറ്റിംഗ് പോയിന്റ് എപ്പോഴും ഹൈ ആയിരിക്കണം. അത് പെട്ടെന്ന് ഉരുകി പോവാൻ പാടില്ല. അതിന് ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം. Now, സ്റ്റേബിൾ റെസിസ്റ്റൻസ്. ഈ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറാൻ പാടില്ല. അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. സോ അങ്ങനെ മാറാത്ത മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ ഹീറ്റിംഗ് കോയിൽ എടുക്കാൻ പാടുള്ളൂ. കാര്യം അതൊരു ഹീറ്റിംഗ് ഡിവൈസ് ആണ്, ക്രമേണ ചൂടായി വരും. സോ ഈ ചൂടാവുന്നതിനനുസരിച്ച് ആ അപ്ലയൻസിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് മാറാൻ പാടില്ല. അതിനൊരു സ്ഥിരത ഉണ്ടാവണം. സോ അതാണ് നെക്സ്റ്റ് പോയിന്റ്. നൗ നോട്ട് ഈസിലി ഓക്സിഡൈസബിൾ. അത് ഒരിക്കലും ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സിഡൈസ് ആകാൻ പാടില്ല. അങ്ങനെ ആയ എന്താ സംഭവിക്കുക, കൊറോഷൻ സംഭവിക്കും. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള പോലെ. സോ പെട്ടെന്ന് അപ്ലയൻസ് നശിഞ്ഞു പോകും. സോ നോട്ട് ഈസിലി ഓക്സിഡൈസബിൾ, ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്ത് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാൻ പാടില്ല. നോട്ട് ഈസിലി, ഇറ്റ്സ് ടു ബി നോട്ട്, ഇറ്റ്സ് നോട്ട് ഈസിലി. സോ ഈ 3 ക്വാളിറ്റീസ് നിർബന്ധമായിട്ട് ഹീറ്റിംഗ് മെറ്റീരിയൽ, അത് അപ്ലയൻസസിൽ എവിടെയാണോ നമ്മൾ ഹീറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ആ ഹീറ്റിംഗ് കോയിൽ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് ഈ പറഞ്ഞ 3 ക്വാളിറ്റീസും സാറ്റിസ്ഫൈ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര മെറ്റീരിയൽസിന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും? വി ക്യാൻ കൺസിഡർ ഓൺലി എ ഫ്യൂ. 1, നിക്രോം. നിക്രോം നമ്മൾ കുറേ ആയി ഡിസ്കസ് ചെയ്യണു ആദ്യത്തെ ക്ലാസ് തൊട്ട്, അല്ലെ? നിക്രോം എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാം. We will go into detail. Then we can use Constantan. Then we can use tungsten. I will explain all of these 3 in very detail. So, എന്താണ് നിക്രോം? ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ബ്രീഫ് ചെയ്യാം. ഏറ്റവും പണ്ട് കാലം മുതൽ യൂസ് ചെയ്ത് വരുന്ന ഒരു അലോയ് ആണ് ആക്ച്വലി നിക്രോം എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് 2 മെറ്റൽസ്. ഏതൊക്കെയാ? നിക്കലും ക്രോമിയോ. എന്താണ് പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്? ദിസ് ഇസ് എ വെരി ഷുവർ ക്വസ്റ്റ്യൻ ടു റൈറ്റ് ദ സ്പെഷ്യാലിറ്റി ഓർ ദ പെക്യുലാരിറ്റി ഓഫ് ദി നിക്രോം. Okay, so first point is it has a high melting point. That's the first point. It retains a shape, its high temperature. ടെമ്പറേച്ചർ കൂടിയാലും അതിന്റെ ഷേപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യും. സോ അതുകൊണ്ട് എന്താണ്, അതിന്റെ റെസിസ്റ്റൻസ് മാറില്ല. റെസിസ്റ്റൻസ് ഷേപ്പിനെ ഡിപ്പെൻഡന്റ് ആണ്. സോ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കില്ല, റെസിസ്റ്റൻസും മാറില്ല. നൗ ഇറ്റ് ഡസ് നോട്ട് കമ്പൈൻ വിത്ത് ഓക്സിജൻ ഈസിലി. നേരത്തെ നമ്മൾ പറഞ്ഞ 3 ക്വാളിറ്റീസും ഇവിടെ സാറ്റിസ്ഫൈഡ് ആണല്ലോ. സോ നിക്രോം ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഹീറ്റിംഗ് കോയിൽ അല്ല ഹീറ്റിംഗ് മെറ്റീരിയൽ. എവിടെയൊക്കെയാണോ നമ്മൾ ഹീറ്റിംഗ് എഫക്ട് യൂസ് ചെയ്യുന്നത് അവിടെയെല്ലാം നമുക്ക് നിക്രോം യൂസ് ചെയ്യാൻ സാധിക്കും. Now, next, Constantan. It is also an alloy. It also displays a stable resistance with respect to temperature and has lesser heating than nichrome is needed. കോൺസ്റ്റന്റ് ഏറ്റവും സെയിം തന്നെയാണ് പ്രത്യേകത. സ്റ്റേബിൾ റെസിസ്റ്റൻസ് ആയിരിക്കും. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഇതിന്റെ എന്ത് മാറില്ല, റെസിസ്റ്റൻസ് മാറില്ല. അത് തന്നെയാണ് അതിന്റെയും ഏറ്റവും വലിയ ക്വാളിറ്റി. Now, the next one, tungsten. നമ്മൾ യൂസ് ചെയ്യുന്ന ബൾബുകൾ, ഫിലമെന്റ് ബൾബ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ, പണ്ട് യൂസ് ചെയ്യുന്ന ബൾബ്, ഇപ്പൊ അങ്ങനെ ഫിലമെന്റ് ബൾബ് അധികം യൂസ് ചെയ്യുന്നില്ല. അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ടങ്സ്റ്റൺ. നേരത്തെ 2 കേസിലും നമ്മൾ പറഞ്ഞത് 2 അലോയ്സ് ആണ്. നിക്രോം ആയാലും കോൺസ്റ്റന്റൻ ആയാലും അലോയ്സ് ആണ്. പക്ഷെ ടങ്സ്റ്റൺ വരുമ്പോൾ ഇറ്റ് ഇസ് എ വെരി പ്യുവർ മെറ്റൽ. It has extremely high melting point and cannot be melted in ordinary furnaces. വളരെ ഹൈ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ്. എത്ര ചൂടായാലും അത് ഉരുകില്ല. അതേപോലെ ഓർഡിനറി ഫർണസിലൊന്നും മെൽറ്റായി പോകത്തേയില്ല. ഇറ്റ് ഈസ് ഏബിൾ ടു ഗ്ലോ വൈറ്റ് ഹോട്ട് വിതൗട്ട് ലൂസിങ് ഇറ്റ് ഷേപ്പ് ആൻഡ് ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്മ്യൂൺ ടു ഓക്സിഡേഷൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വൈറ്റ് ഹോട്ട്. ഈ വൈറ്റ് ഹോട്ട് ആയിട്ട് അതിനെ ഗ്ലോ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടിട്ടാണ്
അത് എന്തിൽ യൂസ് ചെയ്യുന്നത്? ബൾബിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതേസമയം ഓക്സിഡേഷൻ സംഭവിക്കില്ല, ഇമ്മ്യൂൺ ആണ്, എക്സ്ട്രീംലി ഇമ്മ്യൂൺ ടു ഓക്സിഡേഷൻ. ഓക്സിജനായിട്ട് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നില്ല. സോ മൂന്ന് മെറ്റീരിയലാണ് നമ്മൾ പഠിച്ചത്: നിക്രോം, കോൺസ്റ്റന്റും ടങ്സ്റ്റൺ. ഓക്കെ. സോ ആ 3 മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞു. നൗ ഇത്രയേ ഉള്ളൂ നമ്മൾ പഠിച്ചതെല്ലാം. വെരി സ്മോൾ ടോപ്പിക്. റിയൽ ലൈഫ് ആപ്ലിക്കേഷനാണ് ഡിസ്കസ് ചെയ്തത്, അപ്ലയൻസസ് ഡിസ്കസ് ചെയ്തു. ആ അപ്ലയൻസസ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്തത്, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു, അതിന്റെ ക്രൈറ്റീരിയാസ് പറഞ്ഞു. വെരി ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിക്രോമിന്റെ ക്വാളിറ്റി ചോദിക്കാം, ഹീറ്റിംഗ് കോയിലിന്റെ ക്വാളിറ്റീസ് ചോദിക്കാം, എന്തുകൊണ്ടിട്ടാണ് അയൺ ബോക്സിൽ നിക്രോം യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. സോ ഫോർ ഓൾ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ദ ആൻസർ ഇസ് ഗോയിങ് ടു ബി ഇറ്റ് ഹാസ് എ വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്, റെഡ് ഹോട്ട് ആയിട്ട് റിമെയിൻ ചെയ്യാൻ സാധിക്കും, ആൻഡ് ഇറ്റ് കനോട്ട് ബി ഓക്സിഡൈസ്ഡ് വെരി ഈസിലി. ഇറ്റ് കനോട്ട് ബി ഓക്സിഡൈസ്, പെട്ടെന്ന് ഓക്സിഡേഷൻ സംഭവിക്കില്ല. റെസിസ്റ്റൻസിന്റെ വാല്യൂ ടെമ്പറേച്ചറിനനുസരിച്ച് മാറില്ല. ഓക്കെ. സോ ഇത്രയുമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സോ ഏകദേശം നമ്മളെ റിയൽ ലൈഫ് ആയിട്ടൊക്കെ ഒന്നും ടച്ച് ചെയ്തു അല്ലെ, നമ്മളെ ചുറ്റിനുള്ള അപ്ലയൻസസ് ഒക്കെ ആയിട്ട് നമ്മൾ ടച്ച് ചെയ്തു. അതിനകത്ത് യൂസ് ചെയ്ത മെറ്റീരിയൽ എഴുതാൻ നമുക്ക് മനസ്സിലായി, എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. റൈറ്റ്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. അതേപോലെ എടുക്കുന്ന ഓരോ കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ കുറെ അധികം ക്വസ്റ്റ്യൻസ് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് റെഫർ ചെയ്യുക. എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷന് വേണ്ടി കുറെ അധികം ഫ്ലാഷ് കാർഡ്സ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ. സോ ലെറ്റ്സ് ക്വിക്ക്ലി ഡു എ ക്വിസ്. ദി അലോയ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ബ്ലാങ്കറ്റ് ഇസ്, നമ്മൾ ഇലക്ട്രിക് ബ്ലാങ്കറ്റിനെ പറ്റി പറഞ്ഞു, അതിനകത്ത് യൂസ് ചെയ്ത അലോയ് ഏതായിരിക്കും? ഏതും യൂസ് ചെയ്യാം. സോ ഇറ്റ് ഇസ് മെയിൻലി എന്ത് തന്നെ ആയിരിക്കുള്ളൂ? നിക്രോം തന്നെ ആയിരിക്കുള്ളൂ. ദി അലോയ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ അവൻസ്, ഇലക്ട്രിക്കൽ അവൻസ് ഉള്ളത് ഏതായിരിക്കും? ഇറ്റ്സ് അഗെയിൻ ഗോയിങ് ടു ബി നിക്രോം ഓൺലി. ദ എലമെന്റ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ദ ഫിലമെന്റ് ഓഫ് ഇലക്ട്രിക് ബൾബ്, അത് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു. ഏതാണ് ആ എലമെന്റ്? ഇറ്റ് ഇസ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ടു എവ്രിവൺ. താങ്ക് യു. Manorama Horizon, learning made simple.